ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പോവാണ്. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, പാക്കൊക്കെ ചെയ്ത് വണ്ടിയൊക്കെ സെറ്റാക്കി AC ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ കാറിലാണ് പോകുന്നത്. ഇപ്പോൾ സമയം 11 മണി. രാവിലെ നേരത്തെ ഇറങ്ങണം വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഇറങ്ങാൻ പറ്റിയത്. അപ്പോൾ ഇനി നമ്മൾ രാത്രിയായിരിക്കും. അപ്പോൾ രാത്രിയാണ് എത്തുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഈ ഒരു കാറിലുള്ള വ്ളോഗാണ്. ബാംഗ്ലൂരിൽ കാറിൽ പോണ അവസ്ഥ. 8 മണിക്കൂർ. ഇന്ന് രാവിലെ കയറി ഇന്ന് രാത്രി എത്തുള്ളൂ. നമുക്കത് കാണാം. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളിതാ കാറില് കയറിയിരിക്കണേ. ബാക്കില് നമ്മൾ 1 2 3 4 5 6 തലയും ഫ്രണ്ടില് അങ്ങനെ മൊത്തം നമ്മൾ എത്ര പേരുണ്ട് ഒരു കാറിൽ? 1 2 3 4 5 6 7 8 പേര് 10 മണിക്കൂർ ഒരു കാറിൽ. ഇതൊരു ചലഞ്ച് ആണ്. 8 മണിക്കൂർ ഇങ്ങനെ ഇരുന്നിട്ട് പോകണം. ഇതവരൊക്കെ മടിയിലാണ് കയറ്റിയിരിക്കുന്നത്. നമുക്കിനി ബാക്കിയൊക്കെ വഴിയെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മളെ വണ്ടി മെല്ലെ എടുത്തിട്ടുണ്ട്. തുടങ്ങിയിട്ടുള്ളൂ. ഗൈസ്, അപ്പൊ നമ്മള് സൗദി ഇറങ്ങിയിട്ടുള്ളൂ. ഇനി നമുക്ക് വഴിയെ കാണാം. കുഞ്ഞിപ്പെണ്ണുണ്ട് ഗൈസ്. കുഞ്ഞിപ്പെണ്ണ് സെറ്റാണ് അല്ലേ? നമ്മള് എല്ലാം Day 1 Day 2 സീരീസ് ഉണ്ടാവും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സമയം കറക്റ്റ് 11:15. നമ്മള് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് 11:15 അവിടെ എത്തണം. മീൻസ് നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് തന്നെ അവിടെ കുറെ നിർത്തിയിട്ടൊക്കെ പോകുള്ളൂ. പിന്നെ കുഞ്ഞിപ്പെണ്ണുണ്ട്, അവൾക്ക് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ 10 മണിക്കൂർ കൊണ്ട് എത്തുമെങ്കിലും നമ്മൾ കുറച്ചും കൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 11 മണിക്കെങ്കിലും അവിടെ എത്തണം എന്നാണ് ആഗ്രഹം. നോക്കാം. തലമാറ്റം എന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ ശരിയാണ്. ഒരേ കളിയാണ് കഴിച്ച നല്ല കളിയാണ്. അപ്പോൾ ഇന്നാണ് ഒരു സത്യം, ഇപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്. എല്ലാവരും സ്കൂള് കളവെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ എല്ലാവർക്കും സ്കൂൾ തുറക്കണം. എനിക്ക് ക്ലാസ്സില്ല. ഇവനിക്ക് സുമയാക്ക്, ഷമലുവിന് എല്ലാവർക്കും ക്ലാസ് തുടങ്ങാണ്. ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മൾ വണ്ടി എടുത്ത് തുടങ്ങിയപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് സ്കൂള് തുറക്കുന്നത് പറഞ്ഞപ്പോഴാണ് ഒക്കെ നാളെ തുറക്കുകയാണെന്ന്. 5-6 ദിവസം സ്കൂള് തുറന്ന വഴിക്ക് ലീവ്. ബാംഗ്ലൂരാണ് പ്രയോറിറ്റി എന്നാണ് വാട്സാപ്പ് ഓൺലൈനൊക്കെ വന്നപ്പോ പിള്ളേര് പഠിക്കണമൊന്നുമില്ല. അപ്പൊ മതി. ഏകദേശം എവിടെ എത്തിക്കാം? പുതുശ്ശേരിയിലാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ആലത്തൂരിൽ നിന്ന് തുടങ്ങി പുതുശ്ശേരി എത്തിയിട്ടുണ്ട്. നമ്മൾ 5% ഏകദേശം ആയിട്ടുണ്ട്. ആദ്യത്തെ ബ്ലോക്കല്ല, സിഗ്നലാണ്. റെഡ് സിഗ്നൽ വന്നിട്ടുണ്ട്. 7% ആയിട്ടുണ്ട്. നമ്മുടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7% നമ്മള് ഒരു നിഗമനത്തില് 7% നമ്മളിപ്പോൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ബാക്കി ഉണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ കാണിക്കുന്നതാണ്. ഇനി നമുക്ക് 6 മണിക്കൂറും 56 മിനിറ്റും ഉണ്ട്. അങ്ങനെ കാണിക്കുന്നത് ഇവിടെ നിർത്താണ്ട് വേണം. പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കണം, ഉണ്ണിക്ക് കൂടുതൽ കൊടുക്കണം, പരിപാടി ഉണ്ട്.
കുറച്ച് ചലഞ്ച് ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ചലഞ്ച് ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെ കോയമ്പത്തൂരൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഏതാ കറക്റ്റ് സ്ഥലം എന്ന് നമുക്കറിയില്ല. നമ്മൾ ഒരു പെട്രോൾ പമ്പ് തപ്പി നടക്കണം. ഭാരത് പെട്രോളിയം അവിടെ തന്നെ വേണം. അപ്പൊ ഗായ്സ് നമ്മള് ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോ എന്താണെന്ന് വെച്ചാൽ മെമ്മറി ടെസ്റ്റ് ആണ് കളിക്കാൻ നമ്മളത്. അപ്പൊ ഞാൻ പറയുന്നത് ഫ്രൂട്ട്സിന്റെ തുടങ്ങാം. ആസ്വ തുടങ്ങി. ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ, സ്ട്രോബെറി. ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ, സ്ട്രോബെറി, പൈനാപ്പിൾ. ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോ, സ്ട്രോബെറി, പൈനാപ്പിൾ, ഗുവാവ. മാംഗോ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്. സുമ ഔട്ടായി. എല്ലാരും കളിക്കും. അപ്പൊ ഓക്കെ വേറെന്താണ് കളറ്? റെഡ്, ഗ്രീൻ. അല്ല അങ്ങനെയാണ്. മമ്മിയും കുട്ടിയും ഉറങ്ങാണ് ഗൈസ്. പിള്ളേര് കളിക്കുന്നു ഗൈസ്. നമ്മളാകെ ഗൈസ് ഞങ്ങൾ 1.5 മണിക്കൂറായി ഗൈസ് വണ്ടി കയറിയിട്ട്. 1.5 മണിക്കൂർ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് 5.5 മണിക്കൂറോളം പോകാറുണ്ട് ഗൈസ്. ഒക്കെ കടക്കാൻ തുടങ്ങി വടിയില് ഒക്കെ കടക്കുകയാണ്. 1:30 രണ്ടുപേരും ഉറങ്ങണ ഗൈസ്. കുഞ്ഞി പെണ്ണും കൂടി ഇറങ്ങുന്നത്. ഒരാള് വലിയ കാര്യത്തിൽ ഇറങ്ങിയിരുന്ന് എണീക്കാൻ കിട്ടുന്നില്ല. അവസ്ഥ ഇതാണ്. ആസിഫിനെ നമ്മളെ ഒരു ബാഗ് ഇട്ട് സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താ ഗൈസ് അഭിപ്രായം? എങ്ങനെയുണ്ട്? 5 hours പിന്നെ 7 minutes. 8 മണിക്കൂറില് 3 മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി കുട്ടി എണിച്ചാൽ കുട്ടി എണീക്കാൻ കാത്തിരിക്കുകയാണ്. കുട്ടിനെ വിളിച്ചെത്തിയാൽ പിന്നെ നമുക്ക് സമ്മതത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കുട്ടി തന്നെ എണീക്കണം. അതിനു വേണ്ടി എല്ലാവരും ക്ഷീണിച്ചു. ഞങ്ങളെ ഫുൾ പവറാണ്. ഉറങ്ങിക്കും ഗൈസ്. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ പോവാണ്. നെക്സ്റ്റ് എവിടെയോ ഹോട്ടൽ ഉണ്ടാവാൻ നോക്കി നിൽക്കണം. പക്ഷെ ഹോട്ടൽ കണ്ടിട്ടില്ല. അപ്പുറത്തെ സൈഡ്, നമ്മളിപ്പുറത്തെ സൈഡ്. അപ്പൊ ഇങ്ങനെ വണ്ടിയായിട്ട് അപ്പോ ശരവണ ഭവൻ
ശ്രീ ശരവണ ഭവൻ. ആദ്യത്തേത് ഇത് വീണ്ടും ഭവനില്ല. നമ്മള് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ കുഞ്ഞുമണി എണീച്ചു ഗൈസ്. പപ്പ ആൻഡ് എന്താണ് മോളു ഈ സെയിം ഡ്രസ്. ഞങ്ങൾ ഒരേ കളർ ഡ്രസ്സാണ്. വിശന്നിട്ട് വയ്യാ. നമുക്ക് ഫസ്റ്റ് ഫുഡ്, നെക്സ്റ്റ് ബാക്കി പരിപാടി. ശരവണ ഭവനിൽ പോകും. ഇതാണെങ്കിൽ ഒന്ന് പറ്റും. ലിഫ്റ്റിൽ കയറാണ് ഗൈസ്. ഗൈസ് ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. നമുക്ക് ഇവിടെ ഇരിക്കാം ഗൈസ്. നല്ല വ്യൂ ഉണ്ട്. ഗൈസ് സെറ്റ് വ്യൂ. വ്യൂ ഇതാണ് നമ്മളുള്ളത്. ഗൈസ് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയില ഫുഡ് വരട്ടെ. ആ ഫുഡ് വന്നിട്ട് കാണാം ഗൈസ്. ഞങ്ങള് കൂള് മമ്മക്കാണ്. അമ്മ ഇരുന്നോ സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എന്റെ സൂപ്പ് ഇതാ കൂടുതൽ നല്ല ടേസ്റ്റ്. ഹോട്ട് ഡാൻസ് ഓർ ചിക്കൻ സൂപ്പ് സ്റ്റാർട്ടർ പൊളിച്ചു ഗൈസ്. സൂപ്പ് പൊളിച്ചു. അവൾക്ക് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല ടേസ്റ്റ് സൂപ്പ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും റെഡിയാണ്. ഇനിയും വരാനുണ്ട് കേട്ടോ. ഗൈസ് സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. സൂപ്പ് ഗൈസ് എല്ലാവരും കഴിക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചതാ. ലിബാമൊക്കെ തേച്ചുകൊണ്ടിരിക്കണേ. യെസ് ഞാനിന്ന് ലിബാം തേച്ച്. ഇവൻ ലിബാം തേക്കില്ല, ഇവൻ പെണ്ണല്ലേ. ആളല്ലേ, സോറി ഗൈസ്. അപ്പോ നമ്മള് വണ്ടി യാത്ര തുടങ്ങി. ഇനി കൊറേ വീഡിയോസ് ഇടുന്നതായിരിക്കും നമ്മള് ഇതിൽ തന്നെ. കളിക്കാൻ പോണ ടീമാണ്. അവർ രണ്ടുപേരും ടീം, ഞങ്ങൾ രണ്ടുപേരും ടീം. അപ്പോ ഫസ്റ്റ് ഏതാ പാട്ട്? ആരാ പാടുന്നത്? ഇതേതാ പാട്ട്? ഏതാ ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. ഈ പാട്ട് ഞങ്ങൾക്ക് അറിയില്ല, എനിക്ക് പോലും അറിയില്ല ഗൈസ് ഈ പാട്ട്. പിന്നെ ഇവര് കൊടി ഒരു പാട്ട് പാടി ഇന്നത്തെ പാട്ടിന്റെ പാട്ട് ഇതൊക്കെ കൊള്ളാം.
എവിടെ ഡൂഡു അങ്ങനെ സേലം കവർ ചെയ്തു ഫുൾ സേലം കഴിഞ്ഞു. ഇനി നമ്മള് നെക്സ്റ്റ് നമ്മള് ഇപ്പൊ റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ശരിക്കും ഒരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് കണ്ട ഇത്രയും ബ്ലോക്ക് വരുന്നത്. കാരണം ലോറികൾ ലോഡ് കാരണം കേറാതെ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ബ്ലോക്ക് വരുന്നത്. കുറച്ചുകൂടെ പോയാൽ റോഡിന് വീതി കൂടും, ലോറികൾ കാണാം. അങ്ങനെ പറഞ്ഞു പോണത്. ഒട്ടും വെളിച്ചില്ല, അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് ബാംഗ്ലൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിലോട്ട് പുതിയ റോഡ് വന്നിട്ടുണ്ട്, അപ്പൊ അതുവഴിയാണ് പോകുന്നത്. 8 ആയിട്ടുള്ളൂ. ഇവിടെയും കൊറേ അവിടെ മെട്രോന്റെ പണിയൊന്നും തീരാത്തോണ്ട് കൊറേ അവിടെ ഭയങ്കര സിഗ്നൽ കൂടിയും. ഇനി വെറും 3 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ ഗൈസ്. ഇല്ലാന്ന് സർവീസ് റോഡല്ലേ ഇതാ. നമ്മള് അവിടെ പോയി സിൽക്ക് ബോർഡ് പോയി അടിച്ചു കയറണം, മനസ്സിലായ? ആ നമ്മളങ്ങനെ എത്തി ഗൈസ്. 400 കിലോമീറ്റർ ഇരുന്നിരുന്ന വെടിപ്പൊക്കെ തീർന്നു ഗൈസ്. അങ്ങനെ നമ്മള് എത്തിയിരിക്കുകയാണ് റൂമില്. നമ്മള് റൂമിലോട്ട് കയറാൻ പോണ. ഇനി കയറിയിട്ട് ബാക്കിയാണ്. ഫോണിൽ ഒട്ടും ചാർജ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഫോണിൽ ചാർജ്. ലഗേജ് ആണ് ഗൈസ്, ഇപ്പൊ കൊണ്ടുവന്ന ലഗേജ്. ഇതൊക്കെ ആ ഡിക്കിയിൽ ഞങ്ങൾ ഇത്ര പേരും. ആ വണ്ടി എങ്ങനെ ഇപ്പൊ ഗൈസ്. അപ്പൊ നമ്മള് ഇവിടെ എത്തി, ബാംഗ്ലൂർ എത്തി. ആകെ ക്ഷീണമായി എല്ലാവർക്കും. എല്ലാവരും ഇതാ ഫോണിതാ ചാർജ് കുത്തിയിട്ടാണ് എടുക്കുന്നത്. ഒട്ടും ചാർജിന്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെ കുറെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നോക്കാം.